أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم صدق الله العلي ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്, പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്തുക്കൾ വീതം വെക്കുന്നുണ്ട്, നിങ്ങളത് പോയി വാങ്ങുന്നില്ലേ? നിങ്ങൾക്കത് വാങ്ങാൻ ആഗ്രഹമില്ലേ? ഇത് കേട്ടപാടെ ആളുകളൊക്കെ പള്ളിയിലേക്ക് പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ പോയ ആളുകളൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്തുക്കൾ വിതരണം ചെയ്യുന്നു, വീതം വെക്കുന്നു എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. പക്ഷെ അങ്ങനെയൊന്നും അവിടെ കാണുന്നില്ലല്ലോ. അവിടെ കുറെ ആളുകൾ നമസ്കരിക്കുന്നു, കുറെ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, കുറെ ആളുകൾ ഖുർആനിനെ പഠിക്കുകയും ഹലാൽ ഹറാമുകളെ കുറിച്ചൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഞങ്ങൾ അവിടെ കണ്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് നാശം. ഇതാണ് കൂട്ടരെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത്. ഈ അറിവാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത്. അതാണ് അവിടെ വീതം വെക്കുന്നത്. അതാണ് നിങ്ങൾക്കറിയാതെ പോയത്. ആ അനന്തര സ്വത്ത് വീതം വെക്കുന്നോടത്താണ് നിങ്ങൾ ഇല്ലാതെ പോയത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത്, ഭൗതിക വിഭവങ്ങളെക്കാൾ വിലപ്പെട്ടത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. ആ ഇൽമാണ് നമ്മുടെ മുൻഗണനയിൽ
നമ്മുടെ ഭൗതികമായ വിഭവങ്ങളെക്കാൾ, ഭൗതികമായ വിജ്ഞാനീയങ്ങളെക്കാൾ ഏറെ മുന്നിലുള്ള ഒരു കാര്യം എന്നത് നമ്മൾ മറന്നുപോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ധാരാളം വചനങ്ങൾ ഈ പറയപ്പെട്ട ഇൽമ നേടുന്നതുമായി ബന്ധപ്പെട്ട്, അത് നേടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഇഹവും പരവും അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു വചനമാണ്. വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ, പ്രവേശിച്ചാൽ, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നത് അല്ലാഹു. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് ഇൽമിനോട് അലസത ഉണ്ടാകാൻ പാടില്ല. വിജ്ഞാനത്തോട് അലസത ഉണ്ടാവുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായ ഒരു കാര്യമാണ്. കാരണം ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫർള് കിഫായയായ, അഥവാ സമൂഹത്തിലെ ആരെങ്കിലും കുറച്ചുപേർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഒഴിവാക്കപ്പെടുന്ന ഇൽമുകളുണ്ട്. എന്നാൽ ഫർള് ഐനായിട്ടുള്ള ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചുമുള്ള അറിവ് വാജിബാണ്, നിർബന്ധമാണ്. അത് പഠിച്ചിരിക്കൽ, ഫർളായിട്ടും അത് മനസ്സിലാക്കലും പഠിക്കലും അതിന് സമയം കണ്ടെത്തലും സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. എന്നാൽ ഇത്രയൊന്നും വിജ്ഞാനം നേടാൻ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടേതുപോലെയുള്ള ഈ മഹല്ലിൽ സാധാരണക്കാരായ ധാരാളം മനുഷ്യർ, കൂലിപ്പണിക്കാർ, പാടത്ത് പണിയെടുക്കുന്നവർ, ബീഡിതെറിപ്പുകാർ, നിത്യജീവിതത്തിന് അന്നാന്നത്തെ വരുമാനം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടാൻ വകയുണ്ടായിരുന്നവർ, ഈ ഒരു തലമുറ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവർ പാടവരമ്പത്ത് നിന്ന് കയറി ഒന്ന് പള്ളിയിലും മദ്രസകളിലും കിട്ടുന്ന പണ്ഡിതന്മാരുടെ മുമ്പിലിരുന്ന് വിശുദ്ധ ഖുർആനിനെ കേട്ടുപഠിച്ചും ചൊല്ലിപ്പഠിച്ചും, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും ചർച്ച ചെയ്തും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പഠിച്ചും ചർച്ച ചെയ്തും, ഉമ്മത്ത് മുസ്ലിമയുടെ നമ്മുടേതുപോലെയുള്ള ഈ അനവധി മഹല്ലുകളിൽ പരിഷ്കരണത്തിന്റെ, മാറ്റത്തിന്റെ, ഇസ്ലാഹിന്റെ, തജ്ദീദിന്റെ ഒരുപാട് പരിശ്രമങ്ങളും ദൗത്യങ്ങളും നിർവഹിച്ചത് ആ തലമുറയാണ്. അവർക്കന്ന് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലായിരുന്നു. അറിവ് നേടണമെങ്കിൽ തന്നെ ലഭ്യമായിരുന്ന പണ്ഡിതന്മാർ തന്നെ കുറവാണ്. പണ്ഡിതന്മാർക്ക് തന്നെ ഇൽമിയായ കാര്യങ്ങൾ തേടണമെങ്കിൽ കനപ്പെട്ട വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അപൂർവമായി മാത്രമാണ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ഇന്നതല്ല.
ഇന്ന് ലോകത്തെ ഏത് വിജ്ഞാനവും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലമാണ്. ഏത് കിതാബുകളും ലഭ്യമായ ഒരു കാലമാണ്. ഏത് സാധാരണക്കാരനും പഠിക്കാവുന്ന കാലമാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന കാര്യത്തിലേ നമുക്ക് ഈ അലസത ഉള്ളൂ. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഈ അലസതയുടെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് പ്രകടമാണ്. ഒരു കാലത്ത് നമ്മൾ ആട്ടിയകറ്റിയിരുന്ന ബിദ്അത്തുകൾ ഇന്ന് അരികിലൂടെയും മൂലയിലൂടെയും പിന്നിലൂടെയും ഒളിപ്പിച്ച് കടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു കാലഘട്ടത്തിൽ ഉമ്മത്ത് മുസ്ലിമ ജാഗ്രത പുലർത്തിയിരുന്ന സാമ്പത്തികമായ പല കുറ്റകൃത്യങ്ങളും, പലിശയുടെ, സാമ്പത്തികമായ വഞ്ചനകളുടെ, ചൂഷണങ്ങളുടെ, ചൂതാട്ടങ്ങളുടെ, അതെല്ലാം പുതിയ രൂപങ്ങളിലൂടെ, ഓൺലൈൻ ഗെയിമുകളിലൂടെ, പല സ്വഭാവങ്ങളിലൂടെയും നമ്മുടെ കുടുംബങ്ങളിൽ അരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുലർത്തിയിരുന്ന സദാചാര വിശുദ്ധി, ജീവിത വിശുദ്ധി, ആണും പെണ്ണും തമ്മിലുള്ള ഇടകലരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരുന്ന, ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ആണും പെണ്ണും തമ്മിലുള്ള സങ്കലനത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന ജാഗ്രതയുണ്ടായിരുന്നു. ഇതെല്ലാം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകൾക്കകത്ത് നിന്ന്. പണ്ടൊക്കെ ഒരു വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ആണും പെണ്ണും തമ്മിൽ വേർപെട്ടു എന്നൊക്കെ കേട്ടാൽ നമുക്ക് കൗതുകവും അത്ഭുതവുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു അത്ഭുതവും നമുക്ക് തോന്നാത്ത വിധം മാർക്കറ്റിൽ എങ്ങനെയാണോ, വിവാഹ ചന്തയിൽ എങ്ങനെയാണോ പുതിയ കല്യാണങ്ങൾക്ക് അന്വേഷണങ്ങൾ വരുന്നത്, അതിന് സമാനമായ സ്വഭാവത്തിലേക്ക് രണ്ടാം വിവാഹങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് തകരാറ്? പൈസയുടെ കുറവല്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന് വല്ല കുറവുണ്ടോ? എന്താ ഇന്ന് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എത്രമാത്രമാണ്? പിന്നെ എന്തിന്റെ കുറവാണ്? ഞാൻ പറയും, ഓരോ മുസ്ലിമും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ദീനീ വിജ്ഞാനീയങ്ങൾ, ആ വിജ്ഞാനീയങ്ങൾ പഠിച്ച് സ്വയം മനസ്സിലാക്കി നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് പണ്ഡിതന്മാരോട്, ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യത വരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോ, നമ്മുടെ വല്യുപ്പമാർ ഒരു കാലഘട്ടത്തിൽ ഇൽമിനോട് കാണിച്ച കൊതിയുണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ അവർ വിജ്ഞാനത്തോട് കാണിച്ച ആവേശമുണ്ടല്ലോ. ആ ആവേശം നമുക്കില്ലാതായി പോയി എന്നുള്ളതാണ്. ആ ആവേശത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ദീന് മനസ്സിലാവുക എന്നുള്ളത്, ഇൽമു നേടുക എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതുണ്ട്. ഞാൻ വെള്ളിയാഴ്ച ദിവസം ഒരു ഖുതുബ കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഇപ്പൊ ധാരാളമാണ്. വല്ല ഖുർആൻ ക്ലാസ്സോ അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇൽമിയായ മജ്ലിസിലേക്കോ വിളിച്ചാൽ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരടക്കമുള്ള ആളുകളുടെ മറുപടിയാണ്, വെള്ളിയാഴ്ച ദിവസം ഹത്തീബിന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തേക്ക് എന്താ? ജുമാ ഖുതുബയിലൂടെ യഥാർത്ഥത്തിൽ ശ്രോതാക്കളെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ പ്രചോദിപ്പിക്കുവാനും ഉത്ബോധിപ്പിക്കുവാനുമാണ് സാധിക്കുക. തഖ്വ കൊണ്ടുള്ള വസിയത്തിനാണ് സാധിക്കുക. ആ പ്രേരണ കൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ, സുന്നത്തിനെ പഠിക്കാൻ, ചരിത്രം പഠിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ധാരാളം സംവിധാനങ്ങൾ നമുക്കുണ്ട്.
ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. രണാങ്കണത്തിൽ പോലും നിങ്ങൾ വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ കുറച്ചാളുകളെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾ രണാങ്കണത്തിലേക്ക് പോകേണ്ടത്. എല്ലാവരും കൂടെ പോയി യുദ്ധം ചെയ്യുകയല്ല. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായ അതിപ്രധാനമായ ജിഹാദിന്റെയും ഖിതാലിന്റെയും കാര്യങ്ങളിൽ പോലും അള്ളാഹുവിന്റെ ഓർഡർ അതാണ്. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളും എല്ലാവരും കൂടെ യുദ്ധത്തിന് പോകേണ്ടതില്ല, പോകാൻ പാടില്ല. എന്തുകൊണ്ട് അവരിൽ നിന്ന് ഒരു വിഭാഗത്തിന് മാറി നിന്നുകൂടാ? ലിയതഫഖഹു ഫിദ്ദീൻ, അവർ ദീനിൽ അവഗാഹമുള്ളവരായി തീരാൻ. എന്തിനാ? നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടാൻ, നല്ല ഒരു സർക്കാർ ജോലി കിട്ടാൻ എന്നല്ല അല്ല പറഞ്ഞത്, മോശം എന്നല്ല പറഞ്ഞത്, അതാവശ്യം. പക്ഷേ മുൻഗണനയിൽ അതല്ല ഉള്ളത്. മുൻഗണനയിലുള്ളത് സമൂഹത്തെ സംസ്കരിക്കാൻ, അവരെ താക്കീത് ചെയ്യാൻ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അതുവഴി ജാഗ്രത പുലർത്താൻ. വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് ഈ ജാഗ്രത. കാരണം എപ്പോഴാണോ ഉമ്മത്ത് മുസ്ലിമ ഈ ജാഗ്രത കൈവടിഞ്ഞിട്ടുള്ളത്, അപ്പോഴാണ് ഉമ്മത്ത് മുസ്ലിമയുടെ ജീവിതത്തിലേക്ക് ബിദ്അത്തുകൾ ഇരച്ചു കയറിയിട്ടുള്ളത്. പലതരത്തിലുള്ള അവാന്തര സ്വഭാവത്തിലുള്ള ചിന്തകളും കടന്നു വന്നിട്ടുള്ളത് ആ സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണാങ്കണത്തിന്റെ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒഴിവില്ല എന്നാണ് വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിജ്ഞാനം നേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമയങ്ങൾ കണ്ടെത്തണം, അതിനുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. കാരണം ആ വിജ്ഞാനത്തിലൂടെ മാത്രമാണ് സമൂഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അള്ളാഹു യഥാർത്ഥത്തിൽ ആർക്കാണ് ശരിക്കും അള്ളാഹുവിനെ ഭയപ്പെടാൻ, ഖുശൂ കാണിക്കാൻ കഴിയുക എന്ന് പഠിപ്പിക്കുകയാണ്. അത് വിവരമുള്ളവർക്കാണ്. വിജ്ഞാനമുള്ളവരെ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. മഹാനായ ഷൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇൽമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റബ്ബിനോടുള്ള ഭയമാണ്. അതുകൊണ്ട് ആ ഭയം എന്ന് പറയുന്നത് അറിവിന്റെയും ആദരവിന്റെയും മേൽ നിർമ്മിക്കപ്പെട്ട ഒരു പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിജ്ഞാനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അവനെ ഭയപ്പെടുന്നത് ഇൽമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ വിജ്ഞാനത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണം. ആ വിജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇഹലോക ജീവിതത്തിന്റെ സൂക്ഷ്മതകൾ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ അമിതമായി കളിച്ചുല്ലസിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘത്തോട് പറയുന്നുണ്ട്, ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീലൻ വലബഖീതും കസീറ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. കരയാൻ മാത്രമുണ്ട് ഈ ദുനിയാവിലെ നമ്മളുടെ പലവിധത്തിലുമുള്ള തെറ്റുകൾ, വീഴ്ചകൾ, ചതിക്കുഴികൾ. അതിനേക്കാൾ ഭയാനകമാണ് ബർസഖിയായ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ.
അതിനേക്കാൾ ഭയാനകമാണ് അള്ളാഹുവിന്റെ മഹ്ശറയെ കുറിച്ച്, അള്ളാഹുവിന്റെ മീസാനിനെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്. അതിനേക്കാൾ ഭയാനകമാണ് അള്ളാഹു വിധി തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നരകവും സ്വർഗവും തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡത്തെ കുറിച്ച് അറിയുമ്പോൾ കരയേണ്ടി വരിക. പ്രിയമുള്ളവരെ, ഇങ്ങനെ കരയാൻ കഴിയാത്തവർ അറിയണം, അവർ പരലോകം എന്താണെന്ന് പഠിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വർണ്ണനകളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകളിൽ നിന്ന് ഈ ആയത്തുകളും ഈ വർണ്ണനകളും കേട്ട് കരയാത്ത ഒരു മനുഷ്യനും റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ വിജ്ഞാനത്തിന്റെ മഹത്വം, അത് നേടുന്നതിന്റെ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിന്റെ മഹത്വം വളരെ വലുതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സുന്നത്ത് നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദീനിൽ ഒരു വിജ്ഞാനം നിങ്ങൾ നേടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ആരെങ്കിലും വിജ്ഞാനത്തെ, ദീനീ വിജ്ഞാനങ്ങളെ നേടുന്നതിൽ ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എങ്കിൽ അവനൊരു നന്മയുമില്ല. യോമുൽ ജുമുഅയിൽ ഖതീബിന്റെ പ്രസംഗം ഒന്നല്പം കഴിയട്ടെ, ആ നമസ്കാരം തുടങ്ങുമ്പോഴേക്ക് ചെല്ലാം എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഉള്ളിലിരിപ്പെങ്കിൽ, ഇൽമിന്റെ മജ്‌ലിസുകളിൽ അവസാനത്തെ പ്രാർത്ഥനകളിലേക്ക് ചെല്ലാം എന്നാണ് നമ്മുടെ മനസ്സിലിരിപ്പെങ്കിൽ, അവനിൽ യാതൊരു നന്മയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും മനനം ചെയ്യുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ വന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഇന്നാലിന്ന സഹോദരൻ താങ്കളുടെ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് പഠിക്കൽ മാത്രമാണ്, ജോലിക്ക് പോകുന്നില്ല, വേറെ ഒരു തൊഴിലും ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദരാ, താങ്കളുടെ ആ സഹോദരൻ മൂലം താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. വിജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന താങ്കളുടെ ആ സഹോദരനുണ്ടല്ലോ, ആ സഹോദരൻ കാരണം താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. ഭൗതിക ജീവിതത്തിൽ നിനക്കനുഗ്രഹങ്ങൾ ചൊരിയാൻ, നിന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തീർച്ചയായും അത് കാരണമായി തീർന്നേക്കാം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അളീം. നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഫുർഖാൻ തരും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചത്, തഖ്വ നിങ്ങൾ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ, മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ അകത്തൊരു പ്രകാശം അല്ലാഹു നൽകും. ആ പ്രകാശത്തിന്റെ പേരാണ് ഫുർഖാൻ. ആ ഫുർഖാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഇൽമ് നിങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും. ഇൽമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, കഅബേ, ആരാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഉടമസ്ഥൻ? ഒരുപാട് വായിച്ചവനാണോ? ഒരുപാട് പഠിച്ചവനാണോ? അല്ല ഉമറെ, ഇൽമിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആ ഇൽമനുസരിച്ച് ജീവിതത്തിൽ സ്വയം മാതൃകയാവുകയും ആ ഇൽമനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള ഇൽമിന്റെ അഹ്ലുകാർ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ വിജ്ഞാനം, ഇത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തൻ അതിനുള്ള ഉദവി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അയ്യുഹന്നാസ് ഔസീകും ബിനഫ്സിൻ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദീനിന്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള, സന്നദ്ധതയുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സാധ്യതകൾ എവിടെയുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ഒരല്പസമയം നമ്മുടെ കുടുംബങ്ങൾക്ക് ഓൺലൈനിലോ ഓഫ്ലൈനിലോ നമ്മുടെ മക്കളോട് എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. TV ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തോട് പറയാൻ കഴിയണം, മക്കളെ, നാളെ ഈ ഉപകരണങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാക്കപ്പെടുമ്പോൾ ഇത് എന്തിനുപയോഗിച്ചു എന്നുകൂടി പറയണല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഉപകരണത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി റബ്ബ് പ്രാധാന്യം കൊടുത്ത ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ഈ സൗകര്യം നിങ്ങൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വിജ്ഞാനം എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു സൗകര്യമാണ് എന്നതോടൊപ്പം അതിന്റെ മറ്റൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ധാരാളക്കണക്കിന് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന സൈറ്റുകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, യൂട്യൂബുകളുണ്ട്, വീഡിയോകളുണ്ട്, മെസ്സേജുകളുണ്ട്. ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയുണ്ടായി, യഥാർത്ഥത്തിൽ ഈ അറിവ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദീൻ. അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്നാണ് ഈ അറിവ് നേടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഇൽമിനെ പകർന്നു തരുന്ന സംവിധാനങ്ങളിലൂടെ ആയിരിക്കണം ഇൽമ നേടേണ്ടത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ഈ ദീനി വിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തവും മാംസവുമാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് അത് നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്ന് വിജ്ഞാനം നേടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാനിത് പറയാൻ കാരണം, ഇപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കും, മൗലവി ഇങ്ങനെ ഒരു നിസ്കാരം കാണുന്നുണ്ട്, ഈ നിസ്കാരത്തിന്റെ അസിൽ എന്താണ്? ഇങ്ങനെ ഒരു ദുആ കാണുന്നുണ്ട്, ഇതിന്റെ അസിൽ എന്താണ്? നോക്കുമ്പോ ഇതിനൊന്നും യാതൊരുവിധ അസിലും ഉണ്ടാവില്ല. ഖുർആനിലോ സുന്നത്തിലോ പൂർവികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രമാണവുമില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മളുടെ വിദ്യാസമ്പന്നരായ ആളുകളുടെ പോലും ജീവിതത്തിലുണ്ട്. നമസ്കാരം, കുടുംബജീവിതം, ദിക്ർ, ദുആകൾ, സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം കാര്യങ്ങളിൽ വളരെ കൃത്യമായ സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ടോ, സുന്നത്തിന്റെ ആ പ്രമാണങ്ങൾ, അടിസ്ഥാനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരിക്കെ തന്നെ ബിദ്അത്തുകളുടെ വഴിയിലേക്ക് പോകുന്ന, ളലാലത്തിലേക്ക് പോകുന്ന പലതും സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ തിരിച്ചറിയണമെങ്കിൽ പ്രാഥമികമായെങ്കിലും ദീനിനെ കുറിച്ച് വിവരം, വിജ്ഞാനവും ഉണ്ടാകണം. അതിനെക്കുറിച്ച് ബോധമുണ്ടാകാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നെങ്കിൽ ഒരു പണ്ഡിതനാവുക, അബൂദർദാ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥി, ഒരു പഠിതാവുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു കേൾവിക്കാരനെങ്കിലും ആവുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഇൽമിനെ സ്നേഹിക്കുന്നവനെങ്കിലും ആവുക. 4 വിഭാഗം ആളുകളെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 5-ാമത്തെ ആള് നിങ്ങളാവരുത്. 5-ാമത്തെ ആള് നിങ്ങളാവരുത്. ഈ 4-ൽ സ്ഥാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ 1-ാമത്തെ മർത്തബയിലെത്താൻ നോക്കണം. ഇല്ലെങ്കിൽ 2-ാമത്തെയെങ്കിലും ആകണം.
അതുമല്ലെങ്കിൽ മൂന്നാമത്തേതെങ്കിലും നാലാമത്തേതെങ്കിലുമാണ്. ഈ സ്വഭാവത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ.